ജൂലൈ മാസം പുറത്തു വരുന്ന സുപ്രീം കോടതി വിധിക്ക് ശേഷം മാത്രമേ ISL മത്സരങ്ങൾ ഉണ്ടാകുമോ എന്ന് തീരുമാനമാകൂ. ISLനുണ്ടായ ഈ അവസ്ഥയ്ക്ക് കാരണമായ വസ്തുതകൾ അറിയേണ്ടവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് വീഡിയോ കാണുക. ISLന് വേണ്ടി ഒരുക്കിക്കൊണ്ടിരുന്ന ടീമുമായി കേരള ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറന്റ് കപ്പ് കളിക്കാൻ തയ്യാറാവുകയാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ ഒരുക്കങ്ങളിലൊന്ന് പരിശോധിക്കാം. എല്ലാ ടീമിനും 6 വിദേശ താരങ്ങളെ വരെ ടീമിൽ ഉൾപ്പെടുത്താം. ഒരേ സമയം 4 പേർക്ക് മാത്രമേ കളിക്കാൻ സാധിക്കുകയുള്ളൂ. മുൻപുണ്ടായിരുന്ന പല വിദേശ താരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കിയതിനാൽ പുതിയ വിദേശ താരങ്ങൾ ആരൊക്കെയാണെന്നാണ് ആരാധകരുടെ പ്രഥമ ആകാംക്ഷ. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരങ്ങളായിരുന്ന കോമി പെപ്രയും മിലോസ് ടെൻസിച്ചും ടീം വിട്ടു. ബാക്കി അവശേഷിക്കുന്നത് ഡുസാൻ ലഗോട്ടർ, അഡ്രിയാൻ ലൂണ, നോവ സദോയ്, ജീസസ് ജബിനസ് എന്നിവരാണ്. സെൻറ്റർ ബാക്കായിരുന്ന മിലോസിന് പകരം മൊറോക്കൻ താരമായ 24 വയസ്സുകാരനായ ആദിൻ താഹിഫ് ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തുമെന്നാണ് പുതിയ വാർത്ത. നോവ സദോയിയും മൊറോക്കൻ താരമാണ്. അഡ്രിയാൻ ലൂണ ടീമിൽ കാണാനാണ് സാധ്യത. അദ്ദേഹത്തിന് 2027 വരെ കോൺട്രാക്റ്റ് ഉണ്ട്. അഥവാ ലൂണ മാറിയാൽ പകരം സ്കോട്ടിഷ് ഫോർവേഡായ കോണർ ഷീൽഡ്സ് എത്തുമെന്നാണ് പറച്ചിൽ. നിലവിൽ അദ്ദേഹം ചെന്നൈ FC ടീം അംഗമാണ്. ചെന്നൈക്ക് വേണ്ടി കഴിഞ്ഞ 2 സീസണുകളിലായി 6 ഗോളുകളും 12 ഗോൾ അവസരങ്ങളും ഉണ്ടാക്കിയിരുന്നു. കൂടാതെ മറ്റൊരു മൊറോക്കൻ സെൻറ്റർ ബാക്കായ സുലൈമാൻ അൽ അംറാനിയുടെ പേരും കേൾക്കുന്നുണ്ട്. ഇനി ഇന്ത്യൻ താരങ്ങളിലേക്ക്. ഇന്ത്യൻ താരമായിരുന്ന ഇഷാൻ പണ്ഡിത ടീം വിട്ടു. കഴിഞ്ഞ സീസണിൽ ലോൺ അടിസ്ഥാനത്തിൽ പഞ്ചാബ് FCയിൽ പോയ റൈറ്റ് വിങ്ങർ നിഹാൽ സുധീഷ് മികച്ച പ്രകടനമാണ് പഞ്ചാബിന് വേണ്ടി കാഴ്ചവെച്ചത്. 20 മത്സരങ്ങൾ കളിച്ച നിഹാലിൻ്റെ വേഗതയും പന്തടക്കവും പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. നിഹാൽ ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ തിരിച്ചെത്തി. ആരാധകർക്ക് സന്തോഷകരമായൊരു വാർത്തയാണ്. ഇന്ത്യൻ അറ്റാക്കിംഗ് താരം അമി റണവാഡെ ട്രാൻസ്ഫർ വിൻഡോയുടെ തുടക്കത്തിൽ തന്നെ ബ്ലാസ്റ്റേഴ്സുമായി കരാർ ഒപ്പിട്ടു. മുംബൈയിൽ നിന്നും ലോൺ അടിസ്ഥാനത്തിൽ ഒഡീഷ FCയിൽ ഈ സീസൺ കളിച്ച അമയി മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. 22 വയസ്സുകാരനായ ഗോൾ കീപ്പർ ആർഷ് അൻവർ ഷെയ്ക്ക് ജൂൺ 14 ബ്ലാസ്റ്റേഴ്സുമായി കരാർ ചെയ്യപ്പെട്ടു. മുൻ മോഹൻ ബഗാൻ താരമായിരുന്നു. അതുപോലെ തന്നെ മുഹമ്മദൻസ് ടീമിൽ ലോണിൽ പോയിരുന്ന ബികാഷ് സിംഗും ബ്ലാസ്റ്റേഴ്സിൽ തിരിച്ചെത്തി. കഴിഞ്ഞ സീസണിൽ മുഹമ്മദൻസിന് വേണ്ടി 22 മത്സരങ്ങൾ കളിച്ച് 2 ഗോളും 3 അസിസ്റ്റുകളും ബികാഷ് നേടിയിരുന്നു. I-ലീഗ് മത്സരങ്ങളിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയിട്ട് പിന്നീട് ലോൺ അടിസ്ഥാനത്തിൽ പഞ്ചാബ് FCയിലേക്ക് പോയ ലെഫ്റ്റ് ബാക്ക് ഡിഫൻഡർ ലിക്ബാബം രാകേഷ് മെയ്തിയും ബ്ലാസ്റ്റേഴ്സിൽ തിരിച്ചെത്തി. ടീമിൻ്റെ ഘടനയിൽ ടീം സ്ക്വാഡിൽ പരമാവധി 35 പേർ വരെ ഉൾപ്പെടുത്താം ഒരു ടീമിൽ. ആ 35 പേരിൽ കുറഞ്ഞത് 3 രജിസ്റ്റേർഡ് ഗോൾ കീപ്പർമാരെങ്കിലും ഉണ്ടായിരിക്കണം. 6 വിദേശ താരങ്ങളും. ഒരേ സമയം 4 പേർക്ക് മാത്രമേ കളിക്കാൻ സാധിക്കൂ എന്ന് മാത്രം. അതുപോലെ കളിക്കണത്തിൽ ഒരേ സമയം 7 ഇന്ത്യൻ താരങ്ങൾ ഉണ്ടായിരിക്കുകയും വേണം. ഈ ഒരു പശ്ചാത്തലത്തിൽ ആരെയൊക്കെയാണ് ഉൾപ്പെടുത്തുന്നത്, ആരെയൊക്കെയാണ് ഒഴിവാക്കുന്നത് എന്നാണ് ആരാധകരുടെ ആകാംക്ഷ. മാറ്റങ്ങളുടെ വാർത്തകൾ കുറേയൊക്കെ പുറത്തു വരുന്നുവെങ്കിലും അതിൽ ഭൂരിഭാഗവും പലരുടെയും ഭാവനയാണെന്നാണ് ആരാധകരുടെ പരാതികൾ.